ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴിൽ റിയാക്ഷനാണ്, റിവ്യൂ റിയാക്ഷൻ. ആടുജീവിതം സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് മൈത്രി മൂവി മേക്കേഴ്സാണ് ഇത് തെലുങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അവരിതിൻ്റെ ഒരു പ്രീമിയർ ഷോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സിനിമയെ വാനോളം വാഴ്ത്തിപ്പാടാണ്. വളരെ മികച്ച സിനിമയാണെന്നാണ് അഭിപ്രായം. അതിൻ്റെ ഒരു റിവ്യൂ നമ്മുടെ മാതൃഭൂമി ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിപ്പോർട്ട് വന്നു. അതായത് മൈത്രി മൂവി മേക്കേഴ്സ് വെച്ച പ്രീമിയർ ഷോ കണ്ടിട്ട് അഭിപ്രായങ്ങളാണ് കേട്ടോ. ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമയുടെ യശസ് ഒരിക്കൽ കൂടി ഉയർത്താൻ കെൽപ്പുള്ള ചിത്രമാണ് ചിത്രമെന്ന ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്ന ബ്ലസ്സിയുടെ ആടുജീവിതം. ഉറപ്പായിട്ടും റിലീസിന് ഒരുങ്ങുകയാണ്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രം 28-ന്, അതായത് മാർച്ച് 28-ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. മലയാളത്തിൽ ഇന്നും ബെസ്റ്റ് സെല്ലറുകൾ ഒന്നായ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ബ്ലസ്സി ഇതേ പേരിൽ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നജീബ് എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത്. എനിക്ക് നജീബിന്റെ മുഖത്തിനേക്കാൾ കൂടുതൽ നജീബിന്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, ശോഷിച്ച് ഒന്നുമില്ലാതായ ഒരവസ്ഥ. ആടുജീവിതം എന്ന് കേൾക്കുമ്പോഴേ ഫസ്റ്റ് വരുന്ന സാധനം അതാ മനസ്സിലോട് കയറി വരുന്നത്. ആ ഒരു ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതുവരെ നിങ്ങൾ കണ്ട മെലിഞ്ഞ പോസ്റ്ററുകളൊന്നും അല്ല, സിനിമ കാണുമ്പം നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ഒരു സാധനം ഉണ്ടെന്നാണ്. അതായത് ആ വലിയൊരു ഗൗണില്ലേ, ആ ഗൗൺ ഊരുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് അത് ഇട്ട് കഴിഞ്ഞ് കാണുമ്പോ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ അത് ഊരുമ്പോ ശരീരം എന്തായിരിക്കും എന്നുള്ളത് ഇനി ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യില്ല എന്നാണ്. അതെന്റെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞത്. ഡെഡിക്കേറ്റ് ചെയ്ത് ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്തായാലും അതായത് നജീബിന്റെ മുഖ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലായിടങ്ങളിലും ഇതിനെക്കുറിച്ച് ഇന്റർവ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ചർച്ച നടക്കുമ്പോൾ നജീബ് എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ ആളുടെ ആ മുഖേ, അതായത് ഇത് ഇത്രയും കാലം ഓർമ്മ വന്നിരുന്ന മുഖം മാറിയിട്ട് നജീബിന്റെ ഒറിജിനൽ മുഖം ഉണ്ടല്ലോ, അതങ്ങ് ഓർമ്മ വരികയാണ്. സാധാരണ ഇപ്പൊ പഴശ്ശിരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ആരുടെ മുഖം ഓർമ്മ വരിക? മമ്മൂട്ടിയുടെ. അതുപോലെ ആടുജീവിതം എന്ന് പറയുമ്പോൾ ഈ നജീബിനെ ഈ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് മുൻപ് വരെ പൃഥ്വിരാജിന്റെ മുഖം ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു. ഇപ്പോൾ ആടുജീവിതം ഓർമ്മ വരുമ്പോൾ നജീബിന്റെ മുഖം ഓർമ്മ വരും. ആൾ അനുഭവിച്ചത് മൊത്തം പൃഥ്വിരാജിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. എന്താണെങ്കിലും ബാക്കി വായിക്കാം. ചിത്രത്തിനായി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവസരത്തിൽ തെലുങ്കാനയിൽ നിന്ന് ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തെത്തുകയാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ചിത്രം വിതരണം ചെയ്യുന്നത്. തെലുങ്ക് സിനിമയിലെ ശ്രദ്ധേയരായ ചലച്ചിത്ര പ്രവർത്തകരും മറ്റു ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമായി പ്രിവ്യൂ ഷോ അവർ സംഘടിപ്പിച്ചിരുന്നു. ഗച്ചിബൗളിയിലുള്ള AMB സിനിമാസിലായിരുന്നു സ്പെഷ്യൽ സ്ക്രീനിങ്. ചിത്രം കണ്ടതിന് ശേഷമുള്ള സിനിമാ പ്രവർത്തകരുടെ പ്രതികരണം മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് തന്നെ പുറത്തുവിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഉണ്ട്, BGM ഉണ്ട്. ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല, കാരണം അതിന്റെ അടിയിലൂടെ BGM കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ആടുജീവിതത്തെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ആടുജീവിതം അന്താരാഷ്ട്ര നിലവാരമുള്ള ചിത്രമാണെന്നും വളരെ വൈകാരികമാണെന്നും സിനിമാ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. പൃഥ്വിരാജിന് ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലോകം മുഴുവൻ കയ്യടി നേടുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവാർഡിന്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. അത് ഓക്കെ, പോട്ടെ. പെർഫോമൻസ് മോശമായിട്ടല്ല, അതിന്റെ ലെവലിൽ എത്തുമെന്നുള്ള സംശയം ഉണ്ടായിട്ടല്ല. അതെ, കൊടുക്കുമെന്നൊരു സംശയം, കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. എന്തായാലും ബ്ലസ്സിയുടെ മേക്കിങ്ങിനെയും വാനോളം പ്രശംസിക്കുന്നുണ്ട് ആളുകൾ. അല്ല, ഈ പുഷ്പ 3 എന്ന റിലീസ് അത് ഈ വർഷത്തിലല്ലോ. ഈ വർഷമല്ലേ ഉള്ളേ? ഉണ്ടല്ലേ, ഈ വർഷം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പുഷ്പ 2 ഉണ്ട്. പുഷ്പ 2 അല്ലേ? പുഷ്പ 2 അല്ല, അപ്പൊ 3 വർഷം അടുപ്പിച്ച് നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് കൊണ്ടുപോകുന്ന നടനായിരിക്കും അല്ലു അർജുൻ. അത് അത്രേ ഉള്ളൂ. അടുത്തതല്ല, ബാക്കി 2008 ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് 2018 ചിത്രീകരണം ആരംഭിച്ചത്. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്. ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്ക് ഷൂട്ട് ചെയ്തത്. അതെ, നമ്മളിപ്പോ ഈ മാതൃഭൂമിയുടെ ഈ ഒരു റിപ്പോർട്ട് എടുത്ത് വായിക്കാൻ കാരണം ഇതിലെല്ലാം ഉണ്ട്, ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെ, എന്താണെങ്കിലും
ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്ക് ഷൂട്ട് ചെയ്തത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട നജീബ് ആവുന്നതിന് പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ശാരീരികപരമായിട്ട് മാത്രമല്ല, ഇവരവിടെ പെട്ടുപോയതൊക്കെ ഉണ്ട്, മാനസികപരമായിട്ടും അങ്ങനെ കൂട്ടിച്ചേർക്കണം. ശാരീരികം മാത്രമല്ല, അതായത് ആ ടീം മൊത്തം കോവിഡിന്റെ പശ്ചാത്തലത്തില് മരുഭൂമിയിൽ പെട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര ദിവസം? 38-40 അങ്ങനെ എത്രയോ ദിവസങ്ങളാണ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ മറ്റേ എയർലൈൻ സർവീസ് ഒക്കെ നിർത്തിവെച്ച ഒരു ടൈം ഉണ്ടല്ലോ, അത്ര കൊടൂരമായിട്ട് നിന്ന സമയം. ആ സമയത്താണ് അവരവിടെ പെട്ടുപോയത്. അതായത് ശരിക്കും ആട് ജീവിതം പോലെ സത്യം ചെയ്യുന്ന സിനിമ അത് അതിന്റെ അപ്പുറമായിപ്പോയി. എന്താണെങ്കിലും ഓസ്കാർ അവാർഡ് ജേതാക്കളായ AR റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദ മിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തുന്നത് അമല പോളാണ്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത്. ജിമ്മി ജീൻ ലൂയിസ്, ഹോളിവുഡ് നടൻ, അതാണ് ആ ഒരു നീഗ്രോ ആള് കാണിച്ചിട്ടുള്ളത്. KR ഗോകുൽ, മറ്റേ പൃഥ്വിരാജിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒരാളും കൂടി ഉണ്ടെന്ന്, അയാള്. പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി, റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 10 ചിത്രം റിലീസ് ചെയ്യാനിരുന്നിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഓക്കെ, ഏപ്രിൽ 10 പ്രഖ്യാപിച്ച് അത് നേരത്തെ ആക്കിയതാണ് ആടുജീവിതം. എന്നാൽ ആടുജീവിതം മാർച്ചിൽ തന്നെ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ കഥ എത്തരത്തിലാവും ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്ന ആശങ്കയോടെ ആയിരുന്നു. അല്ല, അങ്ങനെയല്ല, ഏതർത്ഥം ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നും, എന്നാൽ സിനിമ കണ്ടതിന് ശേഷം പൂർണ്ണ സന്തോഷവാനാണെന്നും ആടുജീവിതത്തിന്റെ എഴുത്തുകാരൻ ബെന്യാമിൻ നേരത്തെ പറഞ്ഞിരുന്നു. മാജിക് ഫ്രെയിംസ് ആണ് സിനിമ വിതരണത്തിൽ എത്തിക്കുന്നത്. KS സുനിലാണ് ഛായാഗ്രാഹകൻ. അയാളെ സിനിമ കഴിഞ്ഞിട്ട് വേണം ആളെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. സിനിമ കണ്ടിട്ട് അത് നമ്മൾ ഈ ട്രെയിലറിനും ടീസറിനും ഒക്കെ കണ്ടത് വെച്ചിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആൾക്കൊരു വലിപ്പമുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വേണം ആ വലിപ്പം ഒന്നും കൂടി കൂട്ടാൻ. എന്താണെങ്കിലും പ്രശാന്ത് മാധവാണ് കലാസംവിധാനവും, രഞ്ജിത്ത് അമ്പാടി മേക്കപ്പും, ചിത്ര സംയോജനം ശ്രീകർ പ്രസാദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ, PRO ആദില ദിൽജിത്ത്. ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ എവിടെ കണ്ടിട്ടില്ല സത്യമായിട്ടും. സിനിമയെ കുറിച്ച് പറയും, അവരുടെ നടനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ആൾക്കാർ, സംവിധായകർ, ഇവരൊക്കെ പറഞ്ഞു പോകുന്നല്ലാണ്ട് ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട്. അപ്പൊ നാഷണൽ അവാർഡ് അതിന്റെ കാര്യത്തില് ആ ഒരു കാര്യത്തിൽ മാത്രം സംശയം, ഒരു ഉറപ്പില്ല. നീ ചിലപ്പോ ഓസ്കാർ കിട്ടിയേക്കാം, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഓസ്കാർ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്, കടമ്പകളുണ്ട് ഒരുപാട്. അതായത് ഇവരുടെ കയ്യിലുള്ള ആളുടെ കയ്യിലല്ല, അതായത് ഈ സിനിമ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ടീമിന്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഏതാണ്ട് ഈ സിനിമ ഷൂട്ട് ചെയ്ത് ഇതുവരെ ആക്കി തീർക്കാൻ തന്നെ തീർത്തിട്ടുണ്ട്. അതുണ്ടാവും, എന്തായാലും തീരും. ഇനി അത്ര തന്നെ, അതായത് അത്ര നല്ല ക്യാഷ് വേണമെന്നാണ് ഇതിനൊക്കെ അയക്കണമെങ്കിൽ ഒരുപാട് സിനിമ അവിടെ കെട്ടിവെക്കണമെങ്കിൽ ഇവിടുത്തെ മുടക്കുന്നതിന്റെ ഏകദേശം ഒരു പകുതിയെങ്കിലും അവിടെ കെട്ടിവെക്കേണ്ടി 2018 എന്ന് പറഞ്ഞ സിനിമക്ക് ഏതാണ്ടൊക്കെ ഇതിന്റെ കാര്യങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. അത് അന്ന് നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിയായ രീതിയിൽ മനസ്സിലാവുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. അപ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് ഓസ്കാറിന് വേണ്ടി കൊടുക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ റിസ്കിന്റെ അല്ല, ഞാൻ വേറൊരു അർത്ഥത്തിലായിരുന്നു അത്. അപ്പോൾ നമ്മൾ അതാ ഞാനും പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെ അതിലേക്ക് എത്തി അയച്ച് കിട്ടി ശേഷം ഇതിനൊരു ഓസ്കാർ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിലെ സിനിമ കാണുമ്പോൾ ഇതിനൊരു ഓസ്കാർ ലെവൽ അല്ലെങ്കിൽ ഓസ്കാർ കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഓസ്കാർ അവാർഡ്. ഇനി വേറൊരു ഞാൻ പറഞ്ഞു വന്ന സംഭവം അതിന്റെ മനസ്സിലുള്ള ആളെയും പറഞ്ഞത്, എന്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ പറഞ്ഞത്, ഇതിനിപ്പോ ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ പോലും ഇന്ത്യന്ന് ബെസ്റ്റ് നടനുള്ള കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം. ഓസ്കാർ ചിലപ്പോൾ കൊടുക്കും, ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇവര് പോയിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇന്ത്യന്ന് ഇതൊക്കെ എന്ത് അവിടെ അപ്പുറത്ത് താഴത്തുള്ളടാ എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് കൊടുക്കും. കളിയാക്കുന്നല്ല കേട്ടോ, അല്ലു അർജുനെ നമ്മള് കളിയാക്കുന്നതല്ല, നമ്മുടെ ആ ഒരു രീതിയെയാണ് നമ്മൾ കളിയാക്കുന്നത്. പണ്ടൊക്കെ ഓക്കെ, ഇപ്പൊക്കെ കാര്യം മാറിയിട്ടുണ്ട്. എന്താണ് ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ലോബികളായിരുന്നു, ഇങ്ങനെ ബോളിവുഡ് ലോബി.
എന്നിട്ട് എന്താ സൗത്ത് ഇന്ത്യൻ ഫിലിംസിനെ വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ മാറ്റി നിർത്തുന്ന, എന്നിട്ടും അതിനെ മറികടന്നിട്ട് അന്ന് അവാർഡുകൾ നേടിയിട്ടുണ്ട്. കലാപരമായിട്ട് കഴിവ് നന്നായിട്ട് ഉള്ളത് കൊണ്ട് നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? അപ്പോൾ ആ കഴിവ് നമ്മൾ തെളിയിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് തെളിയിച്ചാലും കാര്യമല്ല, അവിടെ നിൽക്കുന്നത് കലയല്ല, അവിടെ വേറെ സാധനം മൂടി കിടക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നത് കൊലയാ. എന്തായാലും പോവല്ലേ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഒരു ദിവസം കൂടി ഉള്ളൂ ഇനി ആടുജീവിതത്തിനായിട്ട്. ബുക്ക് ചെയ്യാ, പോവാ, കാണാൻ, പൊളിക്കാം. അല്ല പിന്നെ. അപ്പൊ എന്തായാലും പോട്ടെ. ബൈ.